അടുത്ത ടോപ്പിക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ്. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞിരുന്നു മെൻഡേലിയൻ ഡിസോർഡേഴ്സിൻ്റെ. ആ മെൻഡേലിയൻ ഡിസോർഡേഴ്സിൽ ഒരു ഡിസോർഡറാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ആ ഡിസീസിനെ കുറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ SCERT ബുക്കിൽ പറയുന്നില്ല. ബട്ട് അതിൻ്റെ എക്സാമ്പിളിൽ പറയുന്നുണ്ട് മെൻഡേലിയൻ ഡിസോർഡേഴ്സിൽ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ ഡിസീസിനെ കുറിച്ച്. സോ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസീവ് ആയിട്ടുള്ള മ്യൂട്ടൻ്റ് അലീലാണ്. അതെവിടെയാണ്? ഓട്ടോസോമിൽ. സോ ഓട്ടോസോം ക്രോമസോമിൽ കാണുന്ന റെസിസീവ് ആയിട്ടുള്ള മ്യൂട്ടൻ്റ് അലീൽ കാരണമാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് ആണ്. അത് ഏത് ക്രോമസോമാണ്? ക്രോമസോം നമ്പർ 7. സോ ക്രോമസോം നമ്പർ 7 റെസിസീവ് മ്യൂട്ടൻ്റ് അലീൽ കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ഈ സിസ്റ്റിക് ഫൈബ്രോസിന് കാരണക്കാരായ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു യുണീക്ക് ഗ്ലൈക്കോപ്രോട്ടീനാണ്. സോ സിസ്റ്റിക് ഫൈബ്രോസിസ് ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ എഫക്റ്റഡ് പേഴ്സണിൻ്റെ അവരുടെ ബോഡിയിൽ ആ ജീൻ, അതിന് കാരണക്കാരായ ജീന് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വളരെ യുണീക്കായിട്ടുള്ള ഒരു ഗ്ലൈക്കോപ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഗ്ലൈക്കോപ്രോട്ടീൻ എന്ത് ചെയ്യും? ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് മ്യൂക്കസ് ഓഫ് അബ്നോർമലി ഹൈ വിസ്കോസിറ്റി. സോ ഈ സിസ്റ്റിക് ഫൈബ്രോസിന് കാരണക്കാരായ അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീന് ഒരു വളരെ യുണീക്കായിട്ട് വേറെ എവിടെയും പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഒരു ഗ്ലൈക്കോപ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഗ്ലൈക്കോപ്രോട്ടീൻ ഒരുപാട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഗ്ലൈക്കോപ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മ്യൂക്കസ് സെക്രീഷൻ ഉണ്ടാവും. അതും സാധാരണ രീതിയിൽ ഹൈ വിസ്കോസിറ്റി, വളരെയധികം തിക്കായിട്ട് ഹൈ വിസ്കസ് ആയിട്ട് മ്യൂക്കസ് സെക്രീഷൻ ഉണ്ടാവുന്നു. എന്നിട്ട് ഈ മ്യൂക്കസ് എന്ത് ചെയ്യുന്നു? ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് നമ്മുടെ ഒരുപാട് എക്സോക്രൈൻ ഗ്ലാൻഡുകളുമായിട്ട്, എക്സോക്രൈൻ അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ഈ ഡക്റ്റ് വഴി പോകുന്നതാണ് നമ്മൾ എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സോ എക്സോക്രൈൻ ഗ്ലാൻഡുകളുടെ ഒരുപാട് ഫങ്ഷനുകളെ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് തടസ്സപ്പെടുത്തുന്നു. സോ ഇൻ്റർഫിയർ വിത്ത് ഫങ്ഷനിങ് ഓഫ് മെനി എക്സോക്രൈൻ ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, ലിവർ, പാങ്ക്രിയാസ്, ലങ്സ്. സ്വെറ്റ് ഗ്ലാൻഡ്, ലിവർ, പാങ്ക്രിയാസ്, ലങ്സ്, ഇതിൻ്റെയൊക്കെ ആ പ്രവർത്തനങ്ങളെ, അതിൻ്റെ ഫങ്ഷനുകളെയൊക്കെ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് ഗ്ലൈക്കോപ്രോട്ടീൻ, ആ പെർട്ടിക്കുലർ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ വഴി ഉണ്ടാകുന്ന ആ ഹൈ വിസ്കോസിറ്റിയുള്ള മ്യൂക്കസ് ഈ പറഞ്ഞ ഗ്ലാൻഡുകളുടെയൊക്കെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് മ്യൂക്കസ് എക്യൂമുലേറ്റഡ് ആണ്, ഒരുപാട് കെട്ടിക്കിടക്കുന്നു ഇങ്ങനത്തെ മ്യൂക്കസുകൾ. എന്നിട്ട് എവിടേക്കാണ്? ലങ്സിൻ്റെ ട്യൂബ്യൂളുകളിൽ. ലങ്സിൻ്റെ ട്യൂബ്യൂളുകളിലൊക്കെ ഈ പറഞ്ഞ മ്യൂക്കസ് കെട്ടിക്കിടക്കുന്നു, എക്യൂമുലേറ്റഡ് ആവുന്നു. അത് സസെപ്റ്റബിൾ ടു ഇൻഫെക്ഷൻ ലീഡിങ് ടു ബ്രോങ്കൈറ്റിസ്. ഇങ്ങനെ ലങ്സിൽ ഇങ്ങനത്തെ മ്യൂക്കസ് ഒരുപാട് എക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ആ ലങ്സിന് ഇൻഫെക്ഷൻ വന്ന് അത് ബ്രോങ്കൈറ്റിസ് ആയിട്ട്, റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള ഒരു ഡിസീസായിട്ട് മാറുന്നു, ബ്രോങ്കൈറ്റിസ് ഉണ്ടാവുന്നു. ഇനി ഇത് ഫങ്ഷൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ എക്സോക്രൈൻ ഗ്ലാൻഡുകളുടെ ഫങ്ഷനുകളെ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് തടസ്സപ്പെടുന്നു. ഹൈ വിസ്കോസിറ്റി, നല്ല വിസ്കസ് നേച്ചറുള്ള മ്യൂക്കസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ലിവർ, പാങ്ക്രിയാസ് അതിൻ്റെ ഫങ്ഷനുകളെയും തടസ്സപ്പെടുന്നു. സോ ലിവറും പാങ്ക്രിയാസൊക്കെ ഷോ ഇംപെയർഡ് ഫങ്ഷൻ, അതിൻ്റെ നോർമൽ ഫങ്ഷൻ ഇല്ലാണ്ടാവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലിവർ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി ലിവർ, പക്ഷേ ബൈൽ കറക്റ്റായിട്ട് വളരെ കുറവ് എമൗണ്ട് ഓഫ് ബൈൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലിപ്പിഡിൻ്റെ അല്ലെങ്കിൽ ഡൈജഷനെ സഹായിക്കില്ല. സോ ലിവർ ഇംപെയർഡായി ഫങ്ഷൻ ഇല്ലാണ്ടാവും. പാങ്ക്രിയാസ് ആണെങ്കിൽ ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ്, ഡൈജഷനെ സഹായിക്കുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ അവിടെയും അതിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. സോ ഈ മ്യൂക്കസിൻ്റെ സെക്രീഷൻ വളരെ കൂടുന്നത്. മ്യൂക്കസ് ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ഗ്ലൈക്കോപ്രോട്ടീൻ. എന്താണ് ഗ്ലൈക്കോപ്രോട്ടീൻ? ഈ സിസ്റ്റിക് ഫൈബ്രോസിന് കാരണക്കാരായ ജീൻ. സോ സിസ്റ്റിക് ഫൈബ്രോസിന് റീസണബിൾ ആയിട്ടുള്ള ആ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ ഒരുപാട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ പറയുന്ന ഈ എക്സോക്രൈൻ ഗ്ലാൻഡുകളുടെയൊക്കെ ഫങ്ഷനെ തടസ്സപ്പെടുത്തുന്നു. സോ ലിവറിന് കറക്റ്റായിട്ട് ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, പാങ്ക്രിയാസിന് കറക്റ്റായിട്ട് ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ മ്യൂക്കസ് സെക്രീഷൻ കാരണം ഈ പറഞ്ഞ ഗ്ലാൻഡുകളുടെയൊക്കെ ഫങ്ഷൻ തടസ്സപ്പെടുത്ത് അതിന് ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്.